Yes, ma'am. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാഫിംഗ് ആൻഡ് പോളാർ കോർഡിനേറ്റ്സ് പഠിച്ചു. എങ്ങനെയാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ്സിൽ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക? നമുക്ക് ഓൾറെഡി കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ അറിയാം അല്ലെ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ XY കോർഡിനേറ്റ് ഉള്ളതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ പോളാർ ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ XYയിലുള്ളത് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ്, R θയിലുള്ളത് പോളാർ കോർഡിനേറ്റ് ആണ്. അപ്പൊ കാർട്ടീഷ്യനും വല്ല നമുക്ക് പ്ലോട്ട് ചെയ്യാൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. നൗ എങ്ങനെയാണ് നമ്മള് പോളാറിൽ ആദ്യം പോയിന്റ്സ് എങ്ങനെയാ പ്ലോട്ട് ചെയ്യണേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടു. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലെ ഇതിൽ കണ്ടു എങ്ങനെയാ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. തീറ്റയുടെ ഒരു വാല്യൂ മാറുള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നത് R = f of θ ആണ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് തീറ്റ. ഇറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ. അങ്ങനത്തെ ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യും? ഇപ്പൊ സാധാരണ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? തീറ്റയുടെ കുറച്ച് വാല്യൂസ് കൊടുക്കും, ആറിന്റെ വാല്യൂ അതൊന്ന് കണ്ടുപിടിക്കും. ഇപ്പൊ കുറച്ച് പോയിന്റ്സ് അറിയണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഇനി എല്ലാ പോയിന്റ്സും പ്ലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കർവിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അറിയുകയാണെങ്കിൽ, ഫിഗർ എങ്ങനെയായിരിക്കും നമുക്ക് മുൻകൂട്ടി കുറച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എല്ലാം പ്ലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ്. സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആക്സിസിൽ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് സിമെട്രിക് എന്ന് പറഞ്ഞാൽ അബൌട്ട് എക്സ് ആക്സിസ് നമുക്ക് താഴെയും ഇങ്ങനെ തന്നെ കിട്ടും. ഓക്കെ. സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ അബൌട്ട് വൈ ആക്സിസ് സിമെട്രി ആണ്, അപ്പൊ നമുക്ക് ഇവിടെയും ഇങ്ങനെ കിട്ടും. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. സിമെട്രിക് അബൌട്ട് ഒറിജിനിൽ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? അബൌട്ട് എക്സ് ആക്സിസിലും വരും വൈ ആക്സിസിലും വരും. അപ്പൊ നമുക്ക് ഒരേ പോയിന്റിന്റെ ഇമേജ് കാണാനും ഒക്കെ എളുപ്പമുണ്ട്. ഇപ്പൊ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് വരെ ഉണ്ടെങ്കിൽ നമുക്ക് 0 to π വരെ ഉള്ളത് നോക്കിയാൽ മതി. കാരണം ഇതേ നേച്ചറാണ് താഴത്തെ ഈ രണ്ട് ക്വാഡ്രന്റിലും ഉണ്ടാവുക. ഓക്കെ. അപ്പൊ മുകളിലെ ക്വാഡ്രന്റിൽ എങ്ങനെയാ ഫിഗർ വരിക അതേ ഫിഗർ താഴെയും വരച്ചാൽ മതി. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് അറിവ് നമുക്കുണ്ടെങ്കിൽ ഫിഗേഴ്സ് പ്ലോട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ അതില് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് f of θ plus π/2 is f of θ, what does this tell you about the graph of R = f of θ? അപ്പൊ ഇവിടെ നമുക്ക് ഗ്രാഫിനെ കുറിച്ച് എന്താണ് മനസ്സിലാവണേ? അപ്പൊ ഇതിൽ പറയുന്നത് എന്താ? f of θ തന്നെയാണ് f of θ plus π/2. അപ്പൊ നമ്മൾ സാധാരണ R = f of θ എന്നാണ് എടുക്കുക. Now this is again equal to f of θ plus π/2. എന്ന് പറഞ്ഞാൽ π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി നമ്മൾ ഫിഗറിനെ റൊട്ടേറ്റ് ചെയ്താലും ആ ഫിഗർ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ 90 ഡിഗ്രി ആ ഫിഗറിനെ റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് പൊസിഷനിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല, അതേപോലെ വരികയാണ് ഇതിന്റെ മീനിങ്. ഓക്കെ. ഇപ്പൊ ഏതെങ്കിലും ഫിഗറിന് നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇതിനെ ഞാൻ 90 ഡിഗ്രി, ഇതാണ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഇത് എന്താവും? ഈ പോയിന്റ് ഇവിടെ എത്തും. ഓക്കെ. വീണ്ടും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഈ പോയിന്റ് ഇവിടെ എത്തും. അപ്പൊ അങ്ങനെയാണ് ഓരോ പോയിന്റ്സിന്റെ ഇമേജ് വരുന്നത്. അപ്പോ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് നേച്ചേഴ്സ് അറിയണ്ടെങ്കിൽ എളുപ്പമുണ്ടാവും. അപ്പം ഇതിന്റെ ജിയോമെട്രിക് ഇന്റർപ്രിട്ടേഷൻസ് നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ഞാൻ എന്റെ വേറൊരു ക്ലാസിന്റെ വീഡിയോ ഷെയർ ചെയ്യാം. അതിൽ നമ്മൾ റിഫ്ലക്ഷൻ എന്താണ്, അബൌട്ട് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിലിൽ പറയുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ ഇനി നമ്മൾ കാർട്ടീഷ്യനും പോളാറും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എന്താണ്? ഒരു കാർട്ടീഷ്യനിൽ ഒരു പോയിന്റ് XY ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് പോളാർ നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്കറിയാം റിലേഷൻ എന്താണ്? x = R cos θ, y = R sin θ. ഓക്കെ. ഓൾസോ നമുക്കറിയാം x² + y². ഇവിടുന്ന് ചെയ്യുമ്പോൾ എന്താ? R² cos² θ plus R² sin² θ. അപ്പൊ R² എന്ന് കിട്ടും. അപ്പൊ ഈ റിലേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാർട്ടീഷ്യനെ പോളാറിലേക്ക് മാറ്റാം, പോളാറിനെ കാർട്ടീഷ്യനിലേക്ക് മാറ്റാം.
നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ 5th ചാപ്റ്ററിൽ കണ്ടു, കുറച്ച് പോയിന്റ്സിനെ മാറ്റല് അല്ലെ, കാർട്ടീഷ്യനിൽ തന്ന പോയിന്റ്സിനെ നമ്മൾ പോളാറിലേക്ക് മാറ്റി. ഇവിടെ നമ്മൾ ഫംഗ്ഷൻസിനെയാണ് മാറ്റുന്നത്. ഇവിടെ നമ്മൾ ഫംഗ്ഷൻസിനെയാണ് മാറ്റുന്നത്. ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ, ആർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാ ചേഞ്ച് ചെയ്യാൻ നോക്കുക. സോ കൺവേർട്ട് ദി റിലേഷൻ ആർ ഈക്വൽ ടു 1+2 cos തീറ്റ ടു കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. അപ്പൊ നമുക്ക് ആറും തീറ്റയിലാണ് തന്നിക്കുന്നത്. സോ പോളാറിൽ തന്നിട്ടുണ്ട് റിലേഷൻ ഇസ് ആർ ഈക്വൽ ടു 1+2 cos തീറ്റ. അതിനെ നമുക്ക് കാർട്ടീഷ്യനിലേക്ക് മാറ്റണം. കാർട്ടീഷ്യനിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എക്സും വൈയും മാത്രമേ പാടുള്ളൂ. നമുക്ക് കിട്ടുന്ന റിലേഷനിൽ ആറും തീറ്റയും വരാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ അറിയേണ്ട റിലേഷൻ x² + y² = r². നമുക്ക് എന്ത് കിട്ടും? r = x². പോസിറ്റീവ്, നെഗറ്റീവ് ഇവിടെ നമ്മൾ എടുക്കില്ല, കാരണം 6 റേഡിയസ് ആണ്, നെഗറ്റീവ് വരില്ല, പോസിറ്റീവ് മാത്രം. സോ r = √(x² + y²). ഇത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് ഈ റിലേഷൻ. സോ ആറിന്റെ വാല്യൂ അതാണ്. കോസ് തീറ്റ ഇവിടെ നമുക്ക് കിട്ടും എന്താ? x = r cos തീറ്റ ആണെങ്കിൽ cos തീറ്റ is x/r. r എന്ന് പറഞ്ഞാൽ √(x² + y²). അപ്പൊ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഈ റിലേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? √(x² + y² = 1+2x/ cos തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, x/√(x² + y²). അപ്പൊ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. √(x² + y² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? ഇവിടെ x² + y² എന്നാവും, മൈനസ് √(x² + y² മൈനസ് 2x = 0. അപ്പൊ നമുക്കൊരു റിലേഷൻ കിട്ടി ഇൻ ദ xy കോർഡിനേറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ √(x² + y² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ ദിസ് ഇസ് ദ കാർട്ടീഷ്യൻ ഫോം ഓഫ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ കാർട്ടീഷ്യൻ ഫോം ആണ് ഇത്. ചില ഇക്വേഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജോമെട്രിക്കലി ഡയറക്റ്റ് തന്നെ പറയാം അത് എന്തായിരിക്കും എന്ന്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. എക്സസൈസിലെ പ്രോബ്ലംസ് ആണ്. sin θ = 1. സോ ഗിവൺ ഇറ്റ് ഇസ് ഇൻ പോളാർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ കാർട്ടീഷ്യനിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ, ഈ റിലേഷൻ ആണ് നിങ്ങൾ എല്ലാത്തിലും പഠിച്ചു വെക്കേണ്ടത്. x = r cos തീറ്റ, y = r sin തീറ്റ ആൻഡ് r² = x² + y². ഇത് മാത്രം മതി. ഇവിടെ എന്താ? sin തീറ്റ 1 ആ തന്നിക്കണേ. sin തീറ്റ എന്താ? y/r ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? y/r is equal to 1. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് y എന്ന് പറഞ്ഞാൽ r ആണ്. അപ്പൊ y r ആണ്, ഇനി നമുക്ക് മാറ്റണ്ടേ. r എന്ന് പറഞ്ഞാൽ എന്താ? √(x² + y² ആണ്. രണ്ടു ഭാഗത്തും സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടി? x² + y² = y² എന്ന് കിട്ടി. y² ക്യാൻസൽ ആയി. സോ ഇഫ് y² is not equal to 0, നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ x² = 0. x² = 0 എന്ന് പറഞ്ഞാൽ x = 0. സോ വിച്ച് ഇസ് ദ y ആക്സിസ്. അപ്പൊ നമുക്കറിയാം sin തീറ്റ 1 വരുന്നത് y ആക്സിസിലാണ്, കാരണം തീറ്റ π/2 വരുന്നത്. ഓക്കെ, സോ y ആക്സിസ് ആണത്. തീറ്റ = π/2 എന്ന് പറഞ്ഞാൽ നമ്മുടെ y ആക്സിസ് അല്ലേ ജോമെട്രിക്കലി. അപ്പൊ y ആക്സിസ് ആണ് ഇവിടുത്തെ. sin തീറ്റ = 1 എന്ന് പറഞ്ഞാൽ പോളാർ കോർഡിനേറ്റിൽ sin തീറ്റ = 1 എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യനിൽ അത് y ആക്സിസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി വിൽ സീ എ പ്രോബ്ലം കൺവേർട്ട് ടു പോളാർ കോർഡിനേറ്റ്. ഇനിയിപ്പോ കാർട്ടീഷ്യൻ തന്നിട്ട് പോളാറിലേക്ക് മാറ്റുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് xy = 1. ഇതിനെ നമുക്ക് ഇത് കാർട്ടീഷ്യനിലാണ് തന്നിക്കണേ. എക്സും വൈയും ഉള്ള കാരണം കാർട്ടീഷ്യൻ ആണ്, പോളാറിലേക്ക് മാറ്റണം. നമുക്ക് ഓർത്തിരിക്കേണ്ട ഫോർമുല ഇതാണ്. x = r cos തീറ്റ, y = r sin തീറ്റ. xy = 1 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ r cos തീറ്റ × r sin തീറ്റ = 1. സോ r² cos തീറ്റ sin തീറ്റ = 1. ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. ചില പ്രോബ്ലത്തിൽ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. നമുക്കറിയാം sin 2θ എന്ന് പറഞ്ഞാൽ 2 sin തീറ്റ cos തീറ്റയാണ്. അപ്പൊ എനിക്ക് ഇതിനെ cos തീറ്റ sin തീറ്റനെ sin 2θ/2 എന്ന് എഴുതാം. സോ r² sin 2θ = 2 എനിക്ക് പോളാറിൽ കിട്ടും.
സോ ആർ സ്ക്വയർ സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 ആണ് ഇവിടുത്തെ നമ്മുടെ പോളാർ കോർഡിനേറ്റിലുള്ള ഫംഗ്ഷൻ. We will see another one. X square plus xy plus y square equal to 1. Again Cartesian ആണ് തന്നിരിക്കണേ, നമുക്ക് പോളാറിലേക്ക് മാറ്റണം. സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ, x equal to r cos theta, y equal to r sin theta. ഈ ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്തായി, r cos theta ഹോൾ സ്ക്വയർ പ്ലസ് r sin theta ഹോൾ സ്ക്വയർ പ്ലസ് വൈക്കാണ് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എക്സ് ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ കോസ് തീറ്റ സൈൻ തീറ്റ ഈക്വൽ ടു 1. നമുക്ക് ഇവിടുന്ന് ആർ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണെന്ന് അറിയാം. ഓക്കെ, സോ ദിസ് ബിക്കം ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ കോസ് തീറ്റ സൈൻ തീറ്റ ഈക്വൽ ടു 1. എഗെയിൻ വേണമെങ്കിൽ എനിക്ക് ആർ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ സൈൻ തീറ്റ ഈക്വൽ ടു 1. കോസ് തീറ്റ സൈൻ തീറ്റനെ വേണമെങ്കിൽ സൈൻ 2 തീറ്റ ബൈ 2 എന്നും എഴുതാം. ഓക്കെ, ഇതുവരെ എഴുതിയാലും കറക്റ്റ് ആണ്, ഈ സ്റ്റെപ്പ് വരെ എഴുതിയാലും കറക്റ്റ് ആണ്. Convert to Cartesian. R square plus 2r cos theta plus 1 equal to 0. പോളാറിൽ തന്നിട്ട് കാർട്ടീഷ്യനിലേക്ക് മാറ്റണം. Again നമ്മുടെ ഫോർമുല x equal to r cos theta, y equal to r sin theta, r square equal to x square plus y square. ഇപ്പൊ ഇവിടെ നമ്മൾ r സ്ക്വയറിന് x square plus y square നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, x square plus y square 2r, r-നെ ഞാനിവിടെ x by cos theta എന്ന് കൊടുത്തു. ഓക്കെ, cos theta ഇവിടെ ഉണ്ട് പ്ലസ് 1. അപ്പൊ ഈ cos theta ക്യാൻസൽ ആയി. സോ x square plus y square plus 2x plus 1 equal to 0. So this is the required Cartesian coordinate. കാർട്ടീഷ്യനിലുള്ള ഇക്വേഷൻ ആണത്. അപ്പൊ കാർട്ടീഷ്യൻ എഴുതുമ്പോൾ അവിടെ എക്സും വൈയും മാത്രമേ പാടുള്ളൂ, ആറോ തീറ്റയോ പാടില്ല. ആറോ തീറ്റയോ ഉണ്ടെങ്കിൽ അത് പോളാറാണ്. ഓക്കെ, പോളാറാണെങ്കിൽ എപ്പോഴും ആറും തീറ്റ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇത്രയും ചെയ്ത പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങളിത് ഫോളോ ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തരോടും എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. നെക്സ്റ്റ് നമ്മള് ഒരു ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം what is the slope of this tangent? അപ്പൊ നമ്മളൊരു ജസ്റ്റ് ഒരു ഫിഗർ, ഇങ്ങനെ ഒരു കേർവ് ആണിത്. ഓക്കെ, ഈ ബ്ലാക്ക് ആണ് എന്തൊരു കേർവ് ആണ്. ആ കേർവിന്റെ ഇക്വേഷൻ ആണ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതാണ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ, ഇങ്ങനെ ഒരു കേർവ് വരച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ ഞാനിവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് കോർഡിനേറ്റ് ഉണ്ടാവും, ആറും തീറ്റയും. So it will have two coordinates r and theta ഉണ്ടാവും. അപ്പൊ r എന്ന് പറഞ്ഞാൽ എന്താ, തീറ്റ. നമ്മൾ ഈ എക്സ് ആക്സിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമ്മുടെ തീറ്റ. ഇതാണ് r. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റിൽ കർവിന്റെ ഇക്വേഷൻ r ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ആണ്. ഈ ഒരു പോയിന്റിൽ ഞാനൊരു ടാൻജന്റ് വരച്ചു. ഇതാണ് ടാൻജന്റ്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ കർവിനെ ഒരു പോയിന്റിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നു. ടാൻജന്റ് ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നമുക്ക് കാർട്ടീഷ്യനിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? കാർട്ടീഷ്യനിൽ നമ്മളൊരു ടാൻജന്റ് ലൈൻ വരച്ചാൽ അതിന്റെ സ്ലോപ്പ് എന്താ? ഇപ്പൊ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് ഫംഗ്ഷൻ. സോ അവിടെ സ്ലോപ്പ് എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. dy by dx യൂഷ്വലി റെപ്രസെന്റ് സ്ലോപ്പ്. ഓക്കെ,
അപ്പൊ അതേപോലെ ഇപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ നമുക്ക് dy by dx എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് കാർട്ടീഷ്യനിലല്ല, ഇറ്റ് ഈസ് ഇൻ പോളാർ. സോ പോളാറിലെ നമുക്കറിയാം ദ റിലേഷൻ എന്താണ്, എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ, വൈ ഇസ് ആർ സൈൻ തീറ്റ. പിന്നെ നമ്മളുടെ പോളാറിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റയാണ്. ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ഞാനിവിടെ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, എക്സ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ കോസ് തീറ്റ. ആറിന് ഞാൻ എഫ് ഓഫ് തീറ്റ എന്ന് കൊടുത്തു. വൈ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ സൈൻ തീറ്റ ആണ് കിട്ടി. ഇപ്പൊ എക്സ് എഫ് ഓഫ് തീറ്റ കോസ് തീറ്റ ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താവും, ഡെറിവേറ്റീവ് ആണ്, പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. സോ എഫ് ഡാഷ് ഓഫ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് എഫ് ഓഫ് തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ ആണ്, അതുകൊണ്ട് മൈനസ് വന്നു സൈൻ തീറ്റ. പ്രൊഡക്റ്റ് റൂൾ വെച്ച് ഡി എക്സ് ബൈ ഡി തീറ്റ എഴുതി. ഇനി വൈ എന്ന് പറഞ്ഞ എഫ് ഓഫ് തീറ്റ സൈൻ തീറ്റ ആണ്, പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ഡി വൈ ബൈ ഡി തീറ്റ എഴുതാം. So it will be f of theta into derivative of sin theta cos theta plus derivative of f of theta f dash of theta into sin theta. അപ്പൊ നമുക്കറിയാം dy by dx ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ y-ഉം x-ഉം ഫംഗ്ഷൻ ഓഫ് തീറ്റയാണ്. അപ്പൊ നമുക്ക് എക്സും വൈനെയും വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് dy by dx-ന് എന്ത് എഴുതാം, dy by d theta into d theta by dx എഴുതാം. dy by d theta എന്താ, f of theta cos theta plus f dash of theta sin theta. dt into d theta by dx എന്ന് പറഞ്ഞാൽ 1 by dx by d theta ഡിനോമിനേറ്ററിൽ എഴുതുക. സോ f dash of theta cos theta minus f of theta sin theta. നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. dy by d theta കണ്ടു, d theta by dx ഉം രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ സ്ലോപ്പിന്റെ ഇക്വേഷൻ. കിട്ടുന്ന സാധനം ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് തീറ്റ ടാൻ തീറ്റ പ്ലസ് എഫ് ഓഫ് തീറ്റ. ഇതെങ്ങനെയാ വന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈൻ തീറ്റ ആണല്ലോ, ഞാൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ഇവിടെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എന്നായി. ഓക്കെ, ഇവിടുത്തെ കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആയി. ഡിനോമിനേറ്ററിൽ അതേപോലെ കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആയി. എഫ് ഓഫ് തീറ്റ സൈൻ തീറ്റ ഉണ്ട്, സൈൻ തീറ്റനെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ടാൻ തീറ്റ ആയി. ആ മൈനസ് ഉള്ള ടേം സെക്കൻഡ് എഴുതി. അപ്പൊ dy by dx എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടി. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ് എഫ് ഓഫ് തീറ്റ, ആർ ഈക്വൽ ടു ആണ് നമ്മുടെ എഫ് ഓഫ് തീറ്റ. സോ ഡി ആർ ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് തീറ്റയാണ്. ആറിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് തീറ്റ. അപ്പൊ ഈ എഫ് ഡാഷ് ഓഫ് തീറ്റയ്ക്ക് പകരം ഞാൻ എന്ത് എഴുതുന്നു, ഡി ആർ ബൈ ഡി തീറ്റ എഴുതുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറി, ഈ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എഫ് ഡാഷ് ഓഫ് തീറ്റയ്ക്ക് ഡി ആർ ബൈ ഡി തീറ്റ പ്ലസ് എഫ് ഓഫ് തീറ്റയ്ക്ക് ആർ എന്ന് കൊടുത്തു. എഫ് ഡാഷ് ഓഫ് തീറ്റയ്ക്ക് ഡി ആർ ബൈ ഡി തീറ്റ മൈനസ് ആർ ടാൻ തീറ്റ എന്നുള്ള ഫോർമുല നമുക്ക് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ടാൻജന്റ് ടു ഗ്രാഫ്സ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്, ഈ ഫോർമുലയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇതുള്ളൂ ഫോർമുലയ്ക്ക് നമ്മൾ എങ്ങനെയാ എത്തിയെന്നാണ് ഇപ്പൊ നമ്മൾ പ്രൂഫ് കാണിച്ചത്. examination point of view you have to remember this formula. Slope of the tangent to the graph r equal to f of theta. ഇപ്പൊ പോളാർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്, കാർട്ടീഷ്യൻ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സ്ലോപ്പ് ഡി വൈ ബൈ ഡി എക്സ് കാണാം. പോളാർ ആണെങ്കിൽ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യാം. ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ് ഇവിടെ നടക്കണേ, പക്ഷെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് ഈ ഒരു ഫോർമുലയിലേക്ക് എത്തി. അപ്പൊ പോളാർ ആണെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് കാണണമെങ്കിൽ നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. tan theta dr by d theta plus r by dr by d theta minus r tan theta. ഓക്കെ, നമ്മൾ കുറച്ച് പ്രോബ്ലംസ് നോക്കാം ഇത് വെച്ച് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഡയറക്റ്റ് ഫോർമുല പഠിക്കുക. പ്രോബ്ലംസ് ഡയറക്റ്റ് ആണ്. ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്താന്ന് തന്നിട്ടുണ്ടാവും. ടാൻ തീറ്റ ഡി ആർ ബൈ ഡി തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പൊ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ആണ് നോക്കാം. Find the slope of the line tangent to the graph of r equal to 3 cos square 2 theta at theta equal to pi by 6. അപ്പൊ തീറ്റ പൈ ബൈ 6 വരുമ്പോ ഈ ഗ്രാഫ് ആർ ഈക്വൽ ടു ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 3 cos square 2 theta. അതിന് പൈ ബൈ 6 എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ദിസ് ഇസ് ആർ ഈക്വൽ ടു 3 cos square 2 theta.
അവിടുന്ന് നമുക്ക് ശരിക്കും r ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്നാണ് നമ്മൾ എഴുതാറ്. എഫ് ഓഫ് തീറ്റ അവിടെ dr/d(θ) എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് തീറ്റയാണ്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഇത്. സോ എഫ് ഓഫ് തീറ്റ ആണ് നമ്മുടെ 3 cos square 2θ എന്ന് മനസ്സിലായി. സോ എഫ് ഓഫ് തീറ്റ ഈസ് 3 cos square 2θ. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ ഫോർമുല dy/dxന്റെ സ്ലോപ്പിന്റെ ഫോർമുല ഇതാണ്. tan theta f dash of theta f of theta whole divided by f dash of theta minus f of theta tan theta. അപ്പൊ നമുക്ക് f of theta എന്താന്ന് കിട്ടി? അത് theta equal to π/6 കാണണം. പിന്നെ എഫ് ഡാഷ് ഓഫ് തീറ്റ എന്താന്ന് വേണം. അപ്പൊ എഫ് ഓഫ് തീറ്റ 3 cos square 2θ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പൊ എങ്ങനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യാം? 3 കോൺസ്റ്റന്റ് ആണ്. 3 into cos square 2θ ഡെറിവേറ്റീവ്. അപ്പൊ 2 cos 2θ into cos 2θ ഡെറിവേറ്റീവ് മൈനസ് sin 2θ into 2θ ഡെറിവേറ്റീവ് 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 into 2 6 into 2 12. സോ മൈനസ് 12 cos 2θ sin 2θ നമുക്ക് കിട്ടും. ഇതാണ് എഫ് ഡാഷ് ഓഫ് തീറ്റ. അപ്പൊ എഫ് ഡാഷ് ഓഫ് തീറ്റ നമുക്ക് കിട്ടും മൈനസ് 12 cos 2θ sin 2θ. ഇനി ഇതെല്ലാം നമ്മൾ അറ്റ് തീറ്റ ഈക്വൽ ടു π/6 എന്താന്ന് കണ്ടുപിടിക്കാം. തീറ്റയ്ക്ക് നമ്മൾ π/6 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പൊ നമുക്ക് ഒരു വാല്യൂസ് കിട്ടും. ടാൻ π/6 കാണണം. അപ്പൊ π/6 എന്ന് പറഞ്ഞാൽ എത്രയാ? 30 ഡിഗ്രി ആണ്. ഓക്കെ. സോ tan 30 എത്രയാ? tan 30 എത്രയാ? ആർക്കും അറിയില്ല. ആ 1/√3. ഓക്കെ. tan 30 1/√3 ആണ്. tan 60 ആണെങ്കിലാണ് √3 വരിക. അപ്പൊ tan 30 1/√3 ആണ്. പിന്നെ നമുക്ക് ഇവിടെ വേണ്ട എഫ് ഡാഷ് ഓഫ് തീറ്റ. എഫ് ഡാഷ് ഓഫ് തീറ്റ നമുക്ക് ഇവിടെ കിട്ടി. അറ്റ് തീറ്റ ഈക്വൽ ടു π/6 ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ cos 2 π/6 എന്ന് വരും. അപ്പൊ cos π/3 എന്ന് വരും. അപ്പൊ cos 30 ശരിക്കും cos 30 ഡിഗ്രി ഇൻറ്റു sin 30 ഡിഗ്രി എന്ന് വരും. sin 30 എത്ര എല്ലാവർക്കും അറിയാമല്ലോ എന്ന് വിചാരിക്കുന്നു. 1/2 വരും. പിന്നെ √3/2 വരും. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3/4 എന്ന് കിട്ടും. വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് അറ്റ് π/6 കാണണം. 3 cos square 2θ ഉണ്ട്. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ. ബി പാർട്ട് ഇസ് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ടാൻജന്റ് ടു ദ ഗ്രാഫ് r equal to cos 3θ at r minus 1θ π/3. അപ്പൊ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് തീറ്റ π/3. ഇപ്പൊ ഈ പ്രോബ്ലത്തിന് തീറ്റ π/3 ആണ് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. cos 3θ ആണ് ഫംഗ്ഷൻ. അപ്പൊ എഫ് ഓഫ് തീറ്റ cos 3θ. എഫ് ഡാഷ് ഓഫ് തീറ്റ എന്താണ്? എഫ് ഡാഷ് ഓഫ് തീറ്റ എഫ് ഓഫ് തീറ്റ cos 3θ ആണ്. സോ എഫ് ഡാഷ് ഓഫ് തീറ്റ ഇസ് cos അല്ലേ. സോ -3 sin 3θ. ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും മാറി പോവാൻ പാടില്ല. നന്നായി പഠിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ എഫ് ഡാഷ് ഓഫ് തീറ്റ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ഈക്വൽ ടു π/3 വാല്യൂസ് കണ്ടുപിടിക്കുക. വാല്യൂസ് കാണുമ്പോൾ നമുക്ക് സൈൻ കോസിന്റെ ഒക്കെ വാല്യൂസ് അത്യാവശ്യം അറിയേണ്ടി വരും. ഓക്കെ. സോ ആ പ്രോബ്ലംസ് ഡയറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ. Calculate the slope of the line tangent to r equal to f of theta at r theta if f has a local maximum there. Interpret geometrically. So the question is, നമ്മൾ r equal to f of theta എന്നുള്ള പോയിന്റില് തീറ്റ എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചു നോക്കുക. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ആൻഡ് സപ്പോസ് ദാറ്റ് എവിടെയാണോ ടാൻജന്റ് മീറ്റ് ആവണേ ആ പോയിന്റില് ഫംഗ്ഷന് ഒരു ലോക്കൽ മാക്സിമം ഉണ്ട്. ലോക്കൽ മാക്സിമം മിനിമം ഒക്കെ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. മാക്സിമം അല്ലെങ്കിൽ മിനിമം വരുന്ന സ്ഥലത്ത് നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് വിൽ വാനിഷ്. എഫ് ഡാഷ് ഓഫ് തീറ്റ ഇസ് 0 അല്ലെ.
അപ്പൊ ഇവിടുത്തെ എഫ് ഡാഷ് ഓഫ് തീറ്റ 0 ആയാൽ നമ്മുടെ dy ബൈ ഡി എക്സ് എന്തായി? നമ്മുടെ ടാൻജന്റിന്റെ സ്ലോപ്പിന്റെ ഫോർമുല നമുക്കറിയാം. സോ അവിടെ ഇതാണ് ഫോർമുല. ഓക്കെ, ഇതിൽ എഫ് ഡാഷ് ഓഫ് തീറ്റ 0 ആണ്. എഫ് ഡാഷ് ഓഫ് തീറ്റ 0 ആയാൽ എന്തായി? dy ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എഫ് ഡാഷ് ഓഫ് തീറ്റ. എഫ് ഡാഷ് ഓഫ് തീറ്റ 0 ആണ്. സോ എഫ് ഓഫ് തീറ്റ മാത്രം ന്യൂമറേറ്ററിൽ വരും. ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് തീറ്റ 0 ആണ്. സോ മൈനസ് എഫ് ഓഫ് തീറ്റ ടാൻ തീറ്റ എന്ന് വരും. എഫ് ഓഫ് തീറ്റ ക്യാൻസൽ ആയാൽ നമുക്ക് എന്ത് കിട്ടും? dy ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ ടാൻ തീറ്റ. നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത് ആ പോയിന്റിൽ നമ്മൾ കാർട്ടീഷ്യൻ വരയ്ക്കുമ്പോൾ അതിന്റെ സ്ലോപ്പാണ് അല്ലെ. ഇപ്പോ ഇത് നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ പ്രൊഡക്റ്റ് dy ബൈ ഡി എക്സും ടാൻ ഈ ഇതിന്റെയും രണ്ടിന്റെയും പ്രൊഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ്. ഞാൻ അതിനെ M1 M2 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് ഇസ് -1 എന്ന് പറഞ്ഞാൽ ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ അല്ലെ. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് എന്ന് പറഞ്ഞാൽ dy ബൈ ഡി എക്സ് ഇസ് നെഗറ്റീവ് റെസിപ്രോക്കൽ ഓഫ് ടാൻ തീറ്റ എന്ന് കിട്ടി. സോ ടാൻജന്റ് ലൈൻ ഇസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഫ്രം ദ ഒറിജിൻ ടു ആർ തീറ്റ. ആർ തീറ്റ എന്നുള്ള ലൈനിലേക്ക് ടാൻജന്റ് അപ്പൊ പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ പോയിന്റിൽ ഒരു മാക്സിമം ഉണ്ടെങ്കിൽ ആ ലൈൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് -1 ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് 90 ഡിഗ്രി. ആംഗിൾ ബിറ്റ്വീൻ ദം 90 ഡിഗ്രി ആയാൽ ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, സോ അതാണ് അതിന്റെ ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ. One more question related to maxima minima. Find the maxima and minima of f of theta equal to 1 plus 2 cos theta. Sketch the graph of r equal to 1 plus 2 cos theta in the xy plane. അപ്പൊ നമുക്ക് ആദ്യം മാക്സിമ മിനിമ കണ്ടുപിടിക്കണം. ആദ്യം ഫംഗ്ഷൻ നോക്കുക. എഫ് ഓഫ് തീറ്റ 1 plus 2 cos theta ആണ് നമ്മുടെ എഫ് ഓഫ് തീറ്റ. എഫ് ഓഫ് മൈനസ് തീറ്റ ചെയ്ത് എന്താ വരിക? കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. അപ്പൊ എഫ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എഫ് ഓഫ് തീറ്റ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കർവ് ഇസ് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ്. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന്റെ മുകളിൽ എന്താണോ ഫിഗർ വരിക അതേ നേച്ചർ ഇതിന്റെ താഴെയും വരും. സിമെട്രിക് ആണ്. സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ്. അപ്പൊ നമുക്ക് ഒരു സൈഡ് പ്ലോട്ട് ചെയ്താൽ മതി. ആംഗിൾ നോക്കുകയാണെങ്കിൽ 0 to π മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് മാക്സിമ മിനിമ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നമുക്കറിയാം മാക്സിമ മിനിമ വരുന്നിടത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് വാനിഷ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? എഫ് ഡാഷ് ഓഫ് തീറ്റ. എഫ് ഡാഷ് ഓഫ് തീറ്റ ഇസ് -2 സൈൻ തീറ്റ. -2 സൈൻ തീറ്റ എവിടേക്ക് 0 ആവും? -2 സൈൻ തീറ്റ 0. സൈൻ 0 0 ആണ്. സൈൻ π 0 ആണ്. പിന്നെ സൈൻ 2π 3π 4π ഒക്കെ 0 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ 0ഉം πയും മാത്രം എടുത്താൽ മതി. ബിക്കോസ് ദിസ് ഇസ് സിമെട്രിക്. നമ്മൾ 0 to π മാത്രം കൺസിഡർ ചെയ്താൽ മതി. താഴേക്ക് സെയിം നേച്ചർ ആണ്. സോ തീറ്റ 0 π മാത്രം നമ്മൾ ഇവിടെ എടുക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0. ഇനി മാക്സിമം മിനിമം നോക്കണമെങ്കിൽ എന്താ? സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഇസ് എ പോയിന്റ് ഓഫ് മാക്സിമ. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഇസ് എ പോയിന്റ് ഓഫ് മിനിമ അല്ലെ. ഇപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് തീറ്റ നമ്മൾ കണ്ടപ്പോ നമുക്ക് കിട്ടി -2 cos തീറ്റ. ഇനി തീറ്റ ഈക്വൽ ടു 0. തീറ്റ ഈക്വൽ ടു 0 എഫ് ഡബിൾ ഡാഷ് ഓഫ് തീറ്റ എന്താ? -2 cos 0 is 1. So എഫ് ഡബിൾ ഡാഷ് ഓഫ് തീറ്റ is -2 which is negative. It implies that theta equal to 0 is a point of local maximum. ലോക്കൽ മാക്സിമം എന്ന് പറഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിലുള്ള മാക്സിമം. ഒരു ചെറിയ റീജിയനിൽ എല്ലായിടത്തും ഗ്ലോബൽ എന്ന് പറഞ്ഞാലാണ് എല്ലായിടത്തും മാക്സിമം ആവുക. ഫുൾ റീജിയൻ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ 0 to π എന്നുള്ള സ്ഥലത്ത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ലോക്കൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. ലോക്കൽ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, സോ തീറ്റ ഈക്വൽ ടു 0 ഇസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം എന്ന് നമുക്ക് കിട്ടി. ബിക്കോസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇസ് 0. നെഗറ്റീവ്. Now തീറ്റ ഈക്വൽ ടു π നോക്കുക. തീറ്റ ഈക്വൽ ടു π സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താ? എഫ് ഡബിൾ ഡാഷ് എന്താ? -2 cos π. cos π ഇസ് -1. അപ്പൊ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് തീറ്റ ഇസ് 2 വിച്ച് ഇസ് പോസിറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു π ഇസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. ഇപ്പൊ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം നമുക്ക് കിട്ടി. ഫസ്റ്റ് പാർട്ട് ചെയ്തു. ഫൈൻഡ് ദ മാക്സിമ ആൻഡ് മിനിമ ഓഫ് എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 1 plus 2 cos തീറ്റ. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ സ്കെച്ച് ചെയ്യണം.
സ്കെച്ച് ദ ഗ്രാഫ് ഇൻ ദ XY പ്ലെയിൻ. അപ്പൊ നമുക്ക് കുറച്ച് പോയിന്റ്സ് കുറച്ചും കൂടി നോക്കണം, എങ്ങനെയാണ് ഈ പോയിന്റ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന്. ഇപ്പൊ നമ്മള് തീറ്റയ്ക്ക് 0 കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ എന്താ 1 + 2 cos തീറ്റ. തീറ്റയ്ക്ക് 0 കൊടുത്താൽ cos 0 1 ആണ്. സോ വി വിൽ ഗെറ്റ് 1 + 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? തീറ്റ 0 കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് r = 3 എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് 30 ആണ്. തീറ്റയ്ക്ക് പൈ എന്ന് കൊടുത്താൽ r നമുക്ക് എന്ത് കിട്ടും? 1 + 2 cos pi is -1. So 1 - 2. So -1. r is -1. ഒരു പോയിന്റ് -1 പൈ ഉണ്ട്. ഓക്കെ, തീറ്റ ഞാൻ പറഞ്ഞു 0 to പൈ ഉള്ളത് മാത്രം നോക്കിയാൽ മതി, ബിക്കോസ് ഇറ്റ് ഇസ് സിമെട്രിക് അബൌട്ട് x ആക്സിസ്. എനിക്ക് 0 to പൈ ഞാൻ പ്ലോട്ട് ചെയ്താൽ മതി. ഇനി r 0 ആണെങ്കിൽ എന്താ? 1 + cos തീറ്റ 0 ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് തീറ്റ cos തീറ്റ -½ വാല്യൂ എടുക്കുക എന്ന് പറഞ്ഞാൽ തീറ്റ ± 2π/3. എവിടെയൊക്കെ r 0 ആയിരിക്കും. തീറ്റയ്ക്ക് π/2 കൊടുത്താൽ എന്താ? cos π/2 0 ആണ്. സോ r 1 എന്ന് കിട്ടും. π/2 1 ആണ്. ഇനി നമ്മൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ കിട്ടി, പ്ലോട്ട് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ 30 എന്ന് പറഞ്ഞ പോയിന്റ്. 30 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ് ആണ് 30. 3 ഓക്കെ, r3 ആണ്, തീറ്റ 0 ആണ്. ഇനി അടുത്തത് -1 പൈ മാർക്ക് ചെയ്യാം. -1 പൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ പൈ. ഇപ്പൊ നമുക്കറിയാം ഇതാണ് പൈ എന്നുള്ള ആംഗിൾ. തീറ്റ = പൈ ഈ ലൈനാണ്. പൈയില് -1 വേണ്ടേ? 1 ആണെങ്കിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യും അല്ലെ. നമ്മൾ r നെഗറ്റീവ് എങ്ങനെയാ പ്ലോട്ട് ചെയ്യാന്ന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ r നെഗറ്റീവ് മാർക്ക് ചെയ്ത് എന്ത് വേണം? ഇതേ ലൈനിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പോവുക. അപ്പൊ എന്നിട്ട് 1 ഡിസ്റ്റൻസ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ എടുക്കുക. അപ്പൊ ദിസ് ഇസ് ദ പോയിന്റ് -1 പൈ. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ആണ് നമ്മുടെ -1 പൈ എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ്. ഇനി π/2 1 ആണ്. സോ ദിസ് പോയിന്റ് ഇസ് 1 π/2. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം 0 to പൈ മാത്രമേ പ്ലോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ പോയിന്റ്സ് വന്നു. ഈ ഒരു പോയിന്റ് ഇല്ല. സോ ഈ പോയിന്റ്സ് വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് 30 പോയി 1 π/2 ടച്ച് ചെയ്തു, ഇങ്ങോട്ട് വന്നു. ഇതിനി 0 കൂടിയാണ് പോവുക. കാരണം തീറ്റ r = 0 ആണ്, ± 2π/3 എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി. ഈ ലൈനിലൊക്കെ r 0 ആണ്. അപ്പൊ ഇത് ഒറിജിൻ കൂടെ പോണം. അപ്പൊ ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇത്രയാണ് നമുക്ക് കിട്ടുക ഗ്രാഫ്. ഇങ്ങനെ ഒരു കേർവ് ആണ് നമുക്ക് കിട്ടുക. ഇനി ഇത് സിമെട്രിക് അബൌട്ട് x ആക്സിസ് ആയതുകൊണ്ട് സിമെട്രിക് x ആക്സിസിന്റെ മുകളിൽ എന്താണോ അതേ നേച്ചറാണ് വരിക. അപ്പൊ നമ്മൾ ബാക്കിയുള്ള പോർഷൻ, ഈ ബ്ലൂ കൊണ്ടുള്ള പോർഷൻ നമ്മൾ ഇങ്ങനെ തന്നെ വരയ്ക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ ഫിഗർ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഫിഗർ ഇങ്ങനെയാണ് വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കും? അപ്പം ആ സെക്ഷൻ കൂടി കഴിഞ്ഞപ്പോ നമ്മുടെ ആ ഇത് കഴിഞ്ഞു. ഓക്കെ, ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മള് 10.3 നമ്മള് ലെങ്ത് ഓഫ് എ കർവ് പറഞ്ഞ ഒരു ചെറിയ ഏരിയ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. a to b വരെ വരികയാണെങ്കിൽ അതിന്റെ ലെങ്ത് ഇന്റഗ്രൽ a to b √1 + f' of x whole square. പിന്നെ ഫോർമുല എല്ലാരും പഠിച്ചിട്ടുണ്ട്. വൈവയ്ക്ക് ചോദിക്കുമ്പോൾ ഒരുവിധം എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഫോർമുലയാണ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ലെങ്ത് ഓഫ് എ കർവ് കണ്ടു. അതേപോലെ ഇനി സർഫസ് ഏരിയ ഓഫ് എ കർവ് എന്താണെന്നും കൂടിയും ഒരു ടോപ്പിക്കും കൂടിയും അവിടെ ഉണ്ട്. ഓക്കെ, സർഫസ് ഏരിയ എന്തായിരിക്കും കർവ്?
അപ്പൊ സർഫസ് ഏരിയ എങ്ങനെയാ വരിക വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് വി റിവോൾവ് ദ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു കേവ് ആണ്. അതിനെ നമ്മൾ റിവോൾവ് ചെയ്യാൻ വിചാരിക്കുക അബൌട്ട് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. So suppose I have a curve like this. ഇങ്ങനെ ഒരു curve ആണ്. ഈ curveനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്താ ഫിഗർ കിട്ടുക? ഈ ഒരു ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആവാം ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ ആവാം. എന്റെ ഗ്രാഫ് ഞാൻ വരച്ചു. അപ്പൊ ഗ്രാഫ് വരച്ചപ്പോ എനിക്ക് ഈ ഏരിയ മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യണു എബൌട്ട് എക്സ് ആക്സസ്. എബൌട്ട് എക്സ് ആക്സസ് ഞാൻ ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്കൊരു ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും കിട്ടുക. എന്താണോ ഇതിന്റെ ഷേപ്പ് അത് ഇവിടെ വരും. ഓക്കെ, ഉള്ളിയിൽ ഹോളോ ആയിരിക്കും, കാരണം ഉള്ളിലത്തെ സ്ഥലമില്ല നമ്മുടെ ഈ കേവ് മാത്രമേ ഉള്ളൂ. ഈ കേവിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സർഫസ് ഏരിയ. അപ്പൊ ഇതാണ് ഇതാണ് നമ്മുടെ സർഫസ് ഏരിയ. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചത് എന്താണ്? നമ്മള് ഇന്റഗ്രേഷൻ ഏരിയ മൊത്തം ഏരിയ ഉണ്ടായിരുന്നു, അതിനെ റൊട്ടേറ്റ് ചെയ്യാണ്. അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലത്തെ പോർഷനും ഉണ്ടാവും. അപ്പൊ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു കേവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു കേവിനെ സപ്പോസ് വി ആർ റൊട്ടേറ്റിംഗ് അബൌട്ട് ദ എക്സ് ആക്സസ്. അപ്പൊ നമുക്കൊരു കേർവ്ഡ് സർഫസ് കിട്ടും. അതിനെയാണ് നമ്മൾ പറയാ സർഫസ് ഓഫ് റെവല്യൂഷൻ. ഓക്കെ, അപ്പൊ ഈ സോളിഡ് ഓഫ് റെവല്യൂഷൻ അതേപോലെ നമുക്ക് കിട്ടുന്നത് ആർ എന്ന് പറഞ്ഞ റീജിയൻ എഫ് ഓഫ് എക്സിന്റെ താഴെയുള്ള ഈ റീജിയനെ മൊത്തം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടും എന്താണ് നമ്മുടെ സോളിഡ് ഓഫ് റെവല്യൂഷൻ. ഓക്കെ, അപ്പൊ അത് സോളിഡ് ഓഫ് റെവല്യൂഷൻ. ഇവിടെ നമുക്ക് കിട്ടുന്നത് സർഫസ് ഓഫ് റെവല്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ സോളിഡ് ഓഫ് റെവല്യൂഷനാ പഠിച്ചത്. എന്ന് പറഞ്ഞാൽ എ തൊട്ട് ബി വരെയുള്ള എന്റെ ഉള്ളിലത്തെ ഈ പോർഷൻ മൊത്തം കൂടിയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് സോളിഡ് കിട്ടും. എന്ന് പറഞ്ഞാൽ സോളിഡ് എന്ന് പറയുമ്പോൾ അത് ഹോളും അല്ല, ഉള്ളിൽ മൊത്തം ഉണ്ടാവും. പക്ഷെ ഒരു ഗ്രാഫ് മാത്രം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലത്തെ പോർഷൻ കിട്ടില്ല, ആ ഗ്രാഫ് ബൗണ്ടറിയെ കിട്ടുള്ളൂ. അപ്പൊ ശരിക്കും സോളിഡ് ഓഫ് റെവല്യൂഷന്റെ ബൗണ്ടറി ആണ് സർഫസ് ഓഫ് റെവല്യൂഷൻ. മനസ്സിലാവുന്നുണ്ടോ എന്തെങ്കിലും? ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ സെമിസ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്. അപ്പൊ ഇത് എന്ന് ബിയിലേക്കുള്ള പോയിന്റ് ആണെങ്കിൽ ഈ ഏരിയ മൊത്തം റീജിയൻ അണ്ടർ ദ ഏരിയ ഓഫ് എ കർവ് ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. ഇതിനെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്കൊരു സോളിഡ് ഫിഗർ കിട്ടില്ലേ? ഇങ്ങനെ ഒരു ഫിഗർ അല്ലേ കിട്ടുക? ഇതിന്റെ ഉള്ളിലത്തെ പോർഷൻസ് മൊത്തം ഉണ്ടാവും. ഓക്കെ, അതാണ് സോളിഡ് ഓഫ് റെവല്യൂഷൻ. പക്ഷെ ഇപ്പൊ സെക്കൻഡ് സെമിസ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫിന്റെ ഉള്ളിലത്തെ പോർഷനെ ഒന്നും എടുക്കുന്നില്ല. നമ്മള് ഇപ്പൊ എ ടു ബി പോയിന്റ് ആണെങ്കിൽ ഈ ലെങ്തിനെ മാത്രം എടുത്ത് റൊട്ടേറ്റ് ചെയ്യണം. ഇത് വരച്ച കുറച്ച് ഈ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, ഈ വൈറ്റ് പോർഷൻ മാത്രമേ എടുക്കുള്ളൂ. കഴിഞ്ഞ സെമിസ്റ്റർ നമ്മൾ പഠിച്ചത് ഈ വൈറ്റ് പോർഷനും അതിന്റെ അടിയിലത്തെ ഏരിയയും മൊത്തം റൊട്ടേറ്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ സെമ്മിൽ പഠിച്ചത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ചത് സോളിഡ് ഓഫ് റെവല്യൂഷൻ. ഏരിയ അണ്ടർ എ കേർവ് ഒക്കെ പഠിച്ചിട്ട് ഇത് പഠിച്ചു. ഇവിടുത്തെ നമ്മൾ ഇതിനെ മാത്രം റൊട്ടേറ്റ് ചെയ്യണം. എബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും കിട്ടുക സോളിഡ് ഓഫ് റെവല്യൂഷന്റെ ബൗണ്ടറി ആണ് കിട്ടുക. ആ ബൗണ്ടറിനെ നമ്മൾ പറയാ സർഫസ് ഓഫ് റെവല്യൂഷൻ. ഓക്കെ, സർഫസ് ഓഫ് റെവല്യൂഷൻ എന്നാണ് നമ്മൾ അതിനെ പറയാം. ഇനി നമ്മൾ എങ്ങനെയാണ് സർഫസ് ഓഫ് റെവല്യൂഷന്റെ ഏരിയ കണ്ടുപിടിക്കുക? നമ്മൾ ലെങ്ത് ഓഫ് എ കർവ് പഠിച്ചു, അതേപോലെ ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ അബൌട്ട് എക്സ് ആക്സിസ്. ഒരു കർവിന് നമ്മൾ അബൌട്ട് എക്സ് ആക്സിസ് ആണ് കറക്കണേന്ന് വിചാരിക്കുക, റിവോൾവ് ചെയ്യണേന്ന് വിചാരിക്കുക. So the area of surface obtained by revolving the graph of f of x. അപ്പൊ y equal to f of x എന്ന് പറഞ്ഞ ഗ്രാഫിനെ നമ്മൾ about x axis റിവോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏരിയയുടെ ഫോർമുല ഇതാണ്.
സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ലെങ്ത് ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഒരു 2 പൈ എഫ് ഓഫ് എക്സ് എന്നും കൂടി വരും. ഓക്കെ, ഇത് ലെങ്ത്തിൽ ഓൾറെഡി ഉള്ളതാണ്. സോ അതിന്റെ കൂടെ ഒരു 2 പൈ എഫ് ഓഫ് എക്സ് വരും. അപ്പൊ നമുക്കറിയാം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് ഫംഗ്ഷൻ ഗ്രാഫിന്റെ ഇക്വേഷൻ. അപ്പൊ എഫ് ഓഫ് എക്സിന് പകരം y എന്ന് എഴുതിയാൽ ദിസ് ഇസ് 2 pi integral a to b y square root of 1 plus f dash of x whole square dx. അപ്പൊ ലെങ്ത്തിന്റെ ഏരിയയുടെ കൂടെ ലെങ്ത്തിന്റെ ഫോർമുലയുടെ കൂടെ ഒരു 2 pi y എക്സ്ട്രാ വരും if the curve is rotated about the x-axis. So area of surface of revolution about the x-axis. ഒരു curve ആ curveന്റെ ഇക്വേഷൻ ആണ് y equal to f of x. അതിനെ നമ്മൾ about x-axis റിവോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫിഗർ കിട്ടും. ആ ഫിഗറിന്റെ സർഫസിന്റെ ഏരിയ ആണ്, സർഫസ് ഓഫ് റെവല്യൂഷന്റെ ഏരിയയുടെ ഫോർമുലയാണ് a equal to 2 pi integral a to b y square root of 1 plus f dash of x whole square dx. You have to remember this formula. ഫോർമുല വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനാണ് ഇപ്പൊ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് സെക്കൻഡ് സെമിസ്റ്റർ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ചിലപ്പോ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാമിനും ഈ ടോപ്പിക് ചോദിക്കാറുണ്ട്. പറയുമ്പോൾ സെക്കൻഡ് സെമിസ്റ്ററിലാണുള്ളേ, പക്ഷെ മിക്കവാറും ഫസ്റ്റ് സെമിസ്റ്റർ യൂണിവേഴ്സിറ്റി എക്സാമിനും ചിലപ്പോ ഈ സർഫസ് ഓഫ് റെവല്യൂഷന്റെ ഏരിയയുടെ ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. നിങ്ങൾ അറിയണ പോലെ ചെയ്തു വെക്കാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Find the area of the spherical surface of radius r obtained by revolving the graph of y equal to root of r square minus x square on minus r to r about the x-axis. ഇതൊക്കെ ക്വസ്റ്റ്യനിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏരിയ ഓഫ് സ്ഫെറിക്കൽ സർഫസ് കിട്ടും, അതിന്റെ ഏരിയ ആണ് കാണണ്ടേ. റേഡിയസ് r ആണ്. ഒബ്റ്റെയിൻഡ് ബൈ റിവോൾവിംഗ് ഗ്രാഫ് എന്താണ്? y equal to f of x. അവിടുത്തെ എഫ് ഓഫ് എക്സ് ആണ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓൺ മൈനസ് ആർ തൊട്ട് ആർ വരെയാണ് റിവോൾവ് ചെയ്യേണ്ടത് എബൌട്ട് ദ എക്സ് ആക്സിസ്. അപ്പൊ നമ്മൾ എബൌട്ട് ദ എക്സ് ആക്സിസ് ഉള്ള ഫോർമുല നമുക്കറിയാം. ഏരിയ ഇസ് 2 പൈ റൂട്ട് ഇന്റഗ്രൽ എ ടു ബി y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ് ഹോൾ സ്ക്വയർ ഡി എക്സ്. അപ്പൊ നമ്മുടെ y എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അവിടെ y ഡാഷ് കാണാം. y ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ്. സോ ഡി വൈ ബൈ ഡി എക്സ് വിൽ ബി റൂട്ട് അല്ലേ. സോ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു ഹാഫ്. സോ 1/2 root of r square minus x square into derivative of r square minus x square. So minus 2x. 2 cancel ആയി. So minus x by root of r square minus x square. ഇനി നമുക്ക് കാണാനുള്ളത് 1 plus dy by dx whole square. അപ്പോൾ 1 plus x square by square ഇതിപ്പോ ഈ റൂട്ട് പോയി. r square minus x square LCM എടുത്തു. r square minus x square plus x square. x square cancel ആയി. സോ ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഈ സിംപ്ലിഫിക്കേഷൻ മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഏരിയയുടെ ഫോർമുല എഴുതി 2 പൈ ഇൻറ്റു ഇന്റഗ്രൽ. ഇനി എ ടു ബി അല്ല, മൈനസ് ആർ ടു ആർ ആണ്. y എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഈ റൂട്ട് വിത്ത് റൂട്ട് വേണം എഴുതാൻ. സോ റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായി? ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. റൂട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇത് ആർ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാവും. അപ്പോ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ആവും. അപ്പൊ എന്ത് കിട്ടും? ആർ ഡി എക്സ് എന്ന് കിട്ടും. സോ ആർ കോൺസ്റ്റന്റ് ആണ്, ഔട്ട് സൈഡ് എടുത്താൽ 2 പൈ ആർ ഇന്റഗ്രൽ മൈനസ് ആർ ടു ആർ ഡി എക്സ്. ഇന്റഗ്രൽ ഡി എക്സ് ഇസ് എക്സ്. ലിമിറ്റ് ആർ ടു ആർ കൊടുത്താൽ ആർ മൈനസ് ഓഫ് മൈനസ് ആർ, അപ്പൊ 2r എന്ന് കിട്ടും. സോ 2 പൈ ആർ ഇൻറ്റു 2r. സോ ഇറ്റ് ഇസ് 4 pi r square എന്ന ആൻസർ കിട്ടും. Similarly, one more problem. Find the area of the surface obtained by revolving the graph of x cube on closed interval 0, 1 about the x-axis. Again, നമുക്ക് തന്നിട്ടുണ്ട് റിവോൾവ് ചെയ്യേണ്ട ഗ്രാഫ് എന്താണ്? y equal to x cube on 0, 1. So a is 0, b is 1. About the x-axis ആണ്. So about the x-axis നമുക്ക് ഫോർമുല അറിയാം. a is 2 pi integral a to b y into square root of 1 plus dy by dx whole square dx. y x cube ആണ്. So dy by dx is 3x square
ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കുന്നു എളുപ്പത്തിനാണ്. സോ 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഇസ് 1 പ്ലസ് 9x⁴. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഏരിയ ആണ് 2 പൈ ഇന്റഗ്രൽ 0 to 1 x ക്യൂബ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 9x⁴ dx. ഇവിടെ ഇന്റഗ്രേഷന് നമ്മൾ ഫോർമുല ഡയറക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ റൂട്ടിന്റെ ഉള്ളിൽ 1 പ്ലസ് 9x⁴ ആണ്. നമുക്കറിയാം x⁴ ഡെറിവേറ്റീവ് 4x³ ആണ്. അപ്പൊ x³ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 9x⁴ നമ്മൾ t എന്ന് കൊടുക്കുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 36x³ dx ഈക്വൽ ടു dt. അപ്പൊ x³ dx എന്ന് പറഞ്ഞാൽ dt/36 എന്ന് കിട്ടും. ലിമിറ്റ് നോക്കുക. 9x⁴ ഈക്വൽ ടു ടിയിൽ x വേരി ചെയ്യുന്നത് 0 to 1 ആണ്. x 0 ആവുമ്പോ എന്തായി ടിയും 0 ആണ്. x 1 ആവുമ്പോ എന്തായി t 9 ആണ്. അപ്പൊ നമ്മുടെ പുതിയ ലിമിറ്റ് 0 to 9 ആണ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു 2 പൈ ഇന്റഗ്രൽ 0 to 9. ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് റൂട്ട് ഓഫ് x³ dx ശരിക്കും dt/36 ആയി. dt/36 റൂട്ട് ഓഫ് 1 പ്ലസ് ടി. സോ റൂട്ട് ഓഫ് 1 പ്ലസ് ടി ഇന്റഗ്രേഷൻ ഡയറക്റ്റ് ആണ്, കാരണം 1 പ്ലസ് ടി ഹോൾ റേസ് ടു ഹാഫ് ആണത്. 1 പ്ലസ് ടി ഹോൾ റേസ് ടു ഹാഫിനെ നമുക്ക് 1 പ്ലസ് ടി ഹോൾ റേസ് ടു 3/2/3/2 എന്ന് എഴുതാം. 3/2 ഉള്ളത് ഇവിടെ 2/3 ആയിട്ട് വന്നു. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്യാം. പുട്ട് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, കാൽക്കുലേറ്ററിന് നോക്കിയാൽ കിട്ടും. ഇതുവരെ ചെയ്ത് നിർത്തിയാലും കറക്റ്റ് ആണ്, നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, 10 3/2 - 1 ഈ ഫോമിൽ എഴുതിയാലും ഫുൾ മാർക്സ് കിട്ടും. അപ്പൊ നമ്മൾ ഏരിയ ഓഫ് സർഫസ് ഓഫ് റിവല്യൂഷൻ അബൌട്ട് എക്സ് ആക്സിസ് കണ്ടു. ഇനി ഇതേപോലെ സപ്പോസ് വി ആർ റിവോൾവിംഗ് ദ കർവ് അബൌട്ട് ദ വൈ ആക്സിസ്. വൈ ആക്സിസ് ആണ് നമ്മൾ റിവോൾവ് ചെയ്യുന്നതെന്ന് വെക്കാം. അപ്പൊ ഏരിയ ഓഫ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി അബൌട്ട് വൈ ആക്സിസ്. അപ്പൊ ഫോർമുലയിലുള്ള വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ ഇവിടെ വൈ ആയിരുന്നു, വൈക്ക് പകരം ഇവിടെ എക്സ് ആവും. ഏരിയ is 2 pi integral a to b x square root of 1 plus f dash of x whole square dx. ഇതിന്റെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പൊ അത് ക്വസ്റ്റ്യനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അബൌട്ട് വിച്ച് ആക്സിസ് ആണെന്നുള്ളത്. Find the area of the surface obtained by revolving the graph y equal to x square about the y axis for 1 less than or equal to x less than or equal to 2. ഇപ്പൊ ഇവിടെ കണ്ടാൽ നമുക്കറിയാം y(x²) തന്നിട്ടുണ്ട്. a1 ആണ്, b2 ആണ്, അബൌട്ട് y ആക്സസ് ആണ്. അപ്പൊ അതിന്റെ ഫോർമുല കറസ്പോണ്ടിങ് എഴുതാം. y(x²) ആയ കാരണം dy/dx is 2x. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയയുടെ ഫോർമുലയിൽ ഇവിടെ x ആണ് അപ്പൊ വരിക. x ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് f ഡാഷ് ഓഫ് x എന്ന് പറഞ്ഞാൽ dy/dx ആണ് 4x². അഗെയിൻ റൂട്ട് ഓഫ് 1 പ്ലസ് 4x². x²ന്റെ ഡെറിവേറ്റീവ് 2x ആണ്. x ഇവിടെ ഉണ്ട്, അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. നേരത്തെ ഇന്റഗ്രേഷൻ ചെയ്ത പോലെ തന്നെയാണ്. 1 പ്ലസ് 4x² നമ്മൾ t എന്ന് കൊടുക്കുക. ഓക്കെ, അതിന്റെ ഡെറിവേറ്റീവ് കാണുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കറസ്പോണ്ടിംഗ്ലി മാറും. അതേപോലെ ചെയ്യുക. വീണ്ടും റൂട്ട് ഫോമിൽ തന്നെ കിട്ടും. റൂട്ട് ടി ഇന്റഗ്രേഷൻ t⁻² ആണ്. സോ ഇറ്റ് ഇസ് t⁻3/2/3/2. ലിമിറ്റ് 5 to 17 എന്നാണ് ഇവിടെ പുതിയ ലിമിറ്റ് കിട്ടിയത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ഇന്ന് 2-3 വട്ടം ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇവിടെ കാരണം ആൻസർ 17⁻³ - 5⁻³ into π/6. ഇവിടെ വരെ നിർത്തിയാലും മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, സോ ഡയറക്റ്റ് ഫോർമുലയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി suppose the surface obtained by revolving the graph of a piecewise linear function ആയിരിക്കും. piecewise linear എന്ന് പറയുമ്പോൾ ഓരോ പീസിന് വേറെ വേറെ വാല്യൂ ആണ്. ഓക്കെ, അതിനെ നമ്മൾ കോണോയിഡ് എന്നാണ് പറയാം. അതിന്റെ ഏരിയയും അബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ സെയിം ഫോർമുല 2 pi integral a to b f of x square root of 1 plus f dash of x whole square dx. നമ്മൾ ഈ ലെങ്ത് ഓഫ് എ കർവില് പീസ് വൈസ് ലീനിയറിന്റെ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. ലെങ്ത് ഓഫ് എ കർവ് സെക്ഷനില് ലാസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അതേപോലെ നമുക്കിവിടെ ഏരിയയുടെയും ചെയ്യാം. അതേപോലെ പീസ് വൈസ് ആയിട്ടുള്ള ഒരു കർവ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് മൊത്തം ഒരേ വാല്യൂ അല്ല,
ഒരേ ലെങ്ത്തിൽ ഒരേ ഫംഗ്ഷന്റെ വാല്യൂസ് വ്യത്യാസമുണ്ട്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും കൂടി നോക്കാം നമുക്ക്. The polynomial line joining the point 2, 0, 4, 4, 7, 5 and 8, 3 is revolved about the x-axis. Find the area of the resulting surface of revolution. Resulting surface of revolutionന്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ polynomial ആണ്. ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2, 0 നെ 4, 5ലേക്ക് ജോയിൻ ചെയ്യുന്നു, 4, 4നെ 7, 5, 7, 5നെ 8, 3ക്ക് ഒരു ലൈൻ വരച്ചിരിക്കണം. ഈ ലൈൻസിന്റെ ഒക്കെ റിവോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമ്മൾ ലെങ്ത് ഓഫ് ദ കർവിൽ ചെയ്ത പ്രോബ്ലം ചെയ്ത പോലെ സെയിം മെത്തേഡാണ്. സോ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് x1 y1 and x2 y2 is x minus x1 by x1 minus x2 equal to y minus y1 by y1 minus y2. അപ്പൊ ഇക്വേഷൻ എന്താന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണല്ലോ. നമുക്കിവിടെ പോയിന്റ്സ് തന്നിട്ടുള്ളൂ, ഇക്വേഷൻ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് 4, 4 and 7, 5, 4, 4ഉം 7, 5നെയും ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് y equal to 1/3 into x plus 8 എന്ന് കിട്ടും. എക്സിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഇവിടെ 4 എന്ന് വരെ പോണു, 7 വരെ പോണു. ഫസ്റ്റ് കോർഡിനേറ്റ് ആണ് എക്സ്, സെക്കൻഡ് കോർഡിനേറ്റ് y ആണ്. സോ വേരിയേഷൻ ഓഫ് എക്സ് ഇസ് 4 to 7. അപ്പൊ ഇവിടെ നമ്മൾ y എന്താന്ന് കണ്ടുപിടിച്ചു, f of x. ഇതേപോലെ നമ്മൾ എല്ലായിടത്തും കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് 2, 0 and 4, 4 അതേ ഫോർമുലയിലിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y equal to 2 into x minus 2 എന്ന് കിട്ടും, where x varies from 2 to 4. Similarly, equation of line joining 7, 5 and 8, 3 നമുക്ക് കിട്ടും y equal to minus 2x plus 19, where x varies from 7 to 8. അപ്പൊ നമുക്ക് f of x ആദ്യം നമ്മൾ എഴുതുകയാണ്. f of x takes different values. 2 to 4 അതിന്റെ വാല്യൂ 2 into x minus 2, 4 to 7 1/3 into x plus 8, 7 to 8 അതിന്റെ വാല്യൂ minus 2x plus 19 ആണ്. അപ്പൊ നമുക്ക് f of x കിട്ടി. ഇനി f dash of x നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് കാണാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ 2 എന്ന് കിട്ടും, സെക്കൻഡിൽ 1/3, തേർഡിൽ -2. കോൺസ്റ്റന്റ് ആയിട്ടാണ് കിട്ടിയത്. പീസ് വൈസ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് f dash of x. ഓരേ പീസിലും ഒരേ വാല്യൂസ് എടുക്കും, അതാണ് പീസ് വൈസ്. അത് നമ്മൾ ലെങ്ത് ഓഫ് ദ കർവില് ഇതേപോലെ f dash of x കണ്ട് അതിന്റെ ലെങ്ത് കണ്ടു അല്ലെ, ഓരോ ലെങ്ത്തും ആഡ് ചെയ്തു. ഇവിടെ അതേപോലെ ലെങ്ത്തിന് പകരം ഏരിയ ആണ്. അപ്പൊ ഏരിയ വരുമ്പോ വ്യത്യാസം വരുന്നത് നമുക്ക് ഫോർമുലയില് 2π into f of x ആണ് എക്സ്ട്രാ വരുന്നത്. അപ്പൊ dx ആണ്, ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആണ്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എന്താ നോക്കണം. എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 2 to 8 ആണ് അല്ലെ, x വേരീസ് ഫ്രം 2 to 8. അപ്പൊ ഇന്റഗ്രേഷൻ 2 to 8നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 2 to 4 f of x takes the value 2, f dash of x takes the value 2, 4 to 7 f dash of x ന്റെ വാല്യൂ 1/3, 7 to 8. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഇന്റഗ്രേഷനെ 3ആയി സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോന്നിലും ഒരേ വാല്യൂ കൊടുക്കാം. f of x നമുക്കറിയാം, f dash of x അറിയാം. അപ്പൊ 2 to 8നെ നമ്മൾ 2 to 4 എഴുതി. 2 to 4 f dash of x ന്റെ വാല്യൂ 2 ആണ്. അപ്പൊ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ 1 plus 2 square, so 4, 1 plus 4, 5 into f of x. അവിടുത്തെ ഫംഗ്ഷൻ എന്താ f of x, ഇവിടെ നമ്മൾ പറഞ്ഞു 2 to 4 f of x 2 into x minus 2 ആണ്. അപ്പൊ നമ്മൾ അവിടെ 2 into x minus 2 എഴുതി. ഇതേപോലെ 4 to 7 f of x ന്റെ വാല്യൂ 1/3 into x plus 8. റൂട്ടിന്റെ ഉള്ളിൽ 1 plus 1/9 എന്ന് വരും. LCM എടുക്കുമ്പോൾ 10/9 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ഇതേപോലെ തേർഡ് ഇന്റഗ്രലും ചെയ്യാം. അപ്പൊ എല്ലാ ഇന്റഗ്രൽസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും. ഇവിടെ വരെ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ